ഈ വീഡിയോ വിഷയത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ഒരിക്കലും നടത്തിയിട്ടില്ലാത്തൊരു അഭ്യർത്ഥന നടത്തുകയാണ്. കഴിയുന്നതും ഇത് നിങ്ങളെല്ലാവരും മുഴുവനായി തന്നെ കാണണമെന്നും കൂടാതെ കഴിയുന്നത്ര ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യണമെന്നും മലയാളികളല്ല ഓരോ ഇന്ത്യക്കാരനും ഈ വീഡിയോ കേട്ടിരിക്കേണ്ടതാണെന്നും ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത്. അവസാനത്തേതിൽ നിന്ന് നമുക്ക് ഫ്ലാഷ് ബാക്കുകളിലേക്ക് തിരിച്ചു പോകാം. ഈ കഴിഞ്ഞ ഡിസംബർ 23 ഡൽഹി ഹൈക്കോടതി വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപിക്കുന്നു. ആ വിധി പ്രഖ്യാപിക്കുന്നത് ഒരു റേപ്പ് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രതിക്കെതിരെയുള്ള ജീവപര്യന്തം ശിക്ഷ മരവിപ്പിച്ചുകൊണ്ടാണ്. ആ കേസ് ഏതാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഓർമ്മയുണ്ടാവും. ഉന്നാവിലെ അതിപ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ കുപ്രസിദ്ധമായിട്ടുള്ള റേപ്പ് കേസാണ്. ആ ഉന്നാവിലെ റേപ്പ് കേസിൽ നമുക്കറിയാം പ്രതി ആരായിരുന്നു എന്നുള്ളത്. അത് കുൽദീപ് സിംഗ് സെനഗർ എന്ന് പറയുന്ന ഉന്നാവ് എന്ന് പറയുന്ന യു.പിയിലെ ഒരു ജില്ലയിലെ ബംഗർഗാവ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നിന്ന് BJP ടിക്കറ്റിൽ BJP-കാരനായ MLA ആയിരുന്നു ഈ പറയുന്ന കുൽദീപ് സിംഗ് സെനഗർ. ആ കുൽദീപ് സിംഗ് സെനഗറും അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള അതുലും കൂട്ടാളികളും ചേർന്ന് 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്നുള്ളതാണ് കേസ്. ആ കേസിനോടനുബന്ധിച്ച് മറ്റ് 4 ഞെട്ടിക്കുന്ന മരണങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. ആ മരണങ്ങൾ കൂടി നമ്മൾ കഥയിലേക്ക് വരുമ്പോൾ ഞെട്ടിക്കുന്ന ചില ഇൻസിഡൻറ്റുകളാണ്. ആ കേസിലാണ് ഈ കുൽദീപ് സിംഗ് സെനഗറിനെ ശിക്ഷ മരവിപ്പിച്ചത് കോടതി. പക്ഷേ ഭാഗ്യത്തിന് മരവിപ്പിച്ചെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ പേരിൽ വേറെയും നിരവധി കേസുകളുണ്ട്. അതിൽ മറ്റൊരു കേസിൽ കൂടി ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് 23 വൈകുന്നേരം തന്നെ ഇയാളെ പുറത്തേക്ക് ഇറങ്ങിയില്ല, ഇയാളെ മാലയിട്ട് ആരും സ്വീകരിച്ചില്ല എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം. അങ്ങനെ ആശ്വസിച്ചിരിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇത് സുപ്രീം കോടതിയിലേക്ക് കേസെത്തുകയും വലിയ തോതിൽ ഇതിനെതിരെ ജനരോഷം ഉയരുകയും സുപ്രീം കോടതിയിലേക്ക് കേസെത്തുകയും ചെയ്തുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ തന്നെ ഇടപെട്ടുകൊണ്ട് ഈ പറയുന്ന വിധി, അതായത് ഹൈക്കോടതി വിധി, ഡൽഹി ഹൈക്കോടതിയുടെ വിധി തന്നെ സ്റ്റേ ചെയ്യിച്ചു എന്നുള്ളത് അർത്ഥം. എന്ന് പറഞ്ഞാൽ ജീവപര്യന്തത്തിൽ നിന്ന് മരവിപ്പിച്ചുകൊണ്ടുള്ള വിധി സ്റ്റേ ചെയ്തു. അതായത് ഇപ്പോൾ അദ്ദേഹം വീണ്ടും ജയിലിൽ തന്നെ കിടക്കും. അപ്പോൾ ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഉത്തരവായിരുന്നു ഡൽഹി ഹൈക്കോടതിയുടെ എന്നുള്ളത് ചുരുക്കം. ആ വിചിത്രമായിട്ടുള്ള ഉത്തരവിന് പറഞ്ഞിട്ടുള്ള 2 ന്യായീകരണങ്ങൾ വായിച്ചാൽ നമ്മളെല്ലാവരും തന്നെ ഞെട്ടിപ്പോകും എന്നുള്ളതാണ് വാസ്തവം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോക്സോ നിയമത്തിൽ പൊതുപ്രവർത്തകൻ എന്നുള്ള പദത്തിന് കൃത്യമായ നിർവചനമില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പൊതുപ്രവർത്തകനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് അപേക്ഷയുമായി വരുന്ന, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കുറച്ചുകൂടി അധികാരമുള്ള ആൾ നിങ്ങളുടെ അടുത്തേക്ക് ഏതെങ്കിലും സഹായം ചോദിച്ചു വരുന്ന ആളുകളെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചാൽ ശിക്ഷ കൂടും എന്നുള്ളതാണ് പോക്സോ വകുപ്പിലെ നിയമം. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു അധ്യാപകനാണെങ്കിൽ നിങ്ങൾ കുട്ടികളെ ഉപദ്രവിച്ചാൽ ശിക്ഷ കൂടും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് പരാതിയുമായി വരുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ റേപ്പ് ചെയ്താൽ ശിക്ഷ കൂടും. അപ്പോൾ അത്തരത്തിൽ ശിക്ഷ കൂടും എന്നുള്ളത് കൊണ്ടാണ് ഈ പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നതിന് നിർവചനം വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഹൈക്കോടതിയോട് ചോദിക്കാനുള്ളത്, ഒരു MLA പൊതുപ്രവർത്തകനല്ലെങ്കിൽ പിന്നെ ആരെയാണ് നിങ്ങൾ പൊതുപ്രവർത്തനത്തിൻ്റെ ലിസ്റ്റിൽ പെടുത്താൻ പോകുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ഇതാണ് ഒരു ന്യായമായിട്ട് കോടതി പറഞ്ഞതെങ്കിൽ അടുത്തത് കോടതിയുടെ വാചകം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതെന്ന് പറയുന്നത് ഈ ഡൽഹി ഹൈക്കോടതി ഇത് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ശിക്ഷ ജീവപര്യന്തം ലൈഫ് ഇംപ്രസൺമെൻറ്റ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞേക്കുന്ന വാചകം എന്ന് പറയുന്നത് ദ കോർട്ട് കനോട്ട് കീപ്പ് എ പേഴ്സൺ ഇൻ കസ്റ്റഡി ബീയിങ് അപ്രഹെൻസീവ് ദാറ്റ് ദ പോലീസ് മേ നോട്ട് ഡു ഇറ്റ്സ് ജോബ് എന്നാണ്. എന്ന് പറഞ്ഞാൽ കോർട്ടിലൊരിക്കലും ഒരാളെയും ഈ പറയുന്ന പോലെ കൂടുതൽ കാലം ഇങ്ങനെ കസ്റ്റഡിയിൽ വെക്കാൻ കഴിയില്ല. അതും എങ്ങനെ? ഒരു തോന്നലിൻ്റെ പേരിൽ. അതായത് പോലീസ് അവരുടെ ജോലി കൃത്യമായി ചെയ്യില്ല. ഈ പോലീസ് അവരുടെ ജോലി കൃത്യമായി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ജോലി എന്ന് കൂടി അറിയണം. ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദ വിക്ടിം, വിക്ടിമിനെ അതായത് ഇരയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ജോലി പ്രോപ്പർലി ചെയ്യില്ല എന്ന് പറയുന്ന സംശയത്തിൻ്റെ പേരിൽ ഒരാളെയും കോടതിക്ക് പറഞ്ഞ പോലെ കൂടുതൽ കാലം എന്ത് ചെയ്യാൻ കഴിയില്ല, തടവിൽ വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ ഉദാരമനസ്കയായ ഡൽഹി ഹൈക്കോർട്ട് പാവം പിടിച്ച് ഈ പറഞ്ഞ പോലെ ബലാത്സംഗ പേരിനല്ലേ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ശിക്ഷ റദ്ദ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ മറ്റൊരു 2-3 കാര്യങ്ങളിലേക്ക് കൂടി വരട്ടെ. കാരണം ഈ കേസ് നടക്കുന്നത് ജൂൺ 4, 2017 ഈ കുൽദീപ് സിംഗ് സെനഗറിൻ്റെ വീട്ടു ജോലിക്കായിട്ട് ഈ പറയുന്ന പോലെ അമ്മയും കുട്ടിയുമായിട്ടൊക്കെ വരുന്നത്. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ കുൽദീപ് സിംഗിൻ്റെ അനിയനും കൂട്ടാളികളും കൂടി ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. ആ ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി കൊടുക്കാൻ വേണ്ടി കുട്ടി, ഇവിടെ അല്ലാട്ടോ നിങ്ങൾ അറിയേണ്ടത്, കേരളത്തിലല്ല, ഉത്തർപ്രദേശിലാണ്. സിറ്റുവേഷൻ എന്തായിരിക്കും നിങ്ങൾക്ക് ഉദ്ദേശിക്കാം. പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. പോലീസ് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ റെഫ്യൂസ് ചെയ്യുന്നു, നിരാകരിക്കുന്നു. ഞങ്ങൾക്ക് കേസെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന ഇവർ പിന്നീട് ഈ പറയുന്ന പോലെ പോലീസ് എന്ത് ചെയ്തു, ഇവർ കേസെടുക്കുന്നത് മറ്റ് ശുഭം സിംഗ് എന്ന് പറയുന്ന വലിയ പ്രക്ഷോഭമായി മാറിയപ്പോൾ ശുഭം സിംഗ് എന്ന് പറയുന്ന ഈ പറയുന്ന പോലെ ഒരാൾക്കെതിരെ കേസെടുക്കുന്നു. അതുപോലെ ശുഭം സിംഗ് ഉൾപ്പെടെയുള്ള 3 പേർക്കെതിരെ കേസെടുക്കുന്നു.
ആ 3 പേര് കേസെടുക്കുമ്പോൾ ആ കേസെടുക്കുന്നതെല്ലാം തന്നെ ഈ MLA-യുടെ ശത്രുക്കൾക്കെതിരെയാണ് കേസെടുക്കുന്നത്. ആ കേസെടുക്കുന്ന MLA-യുടെ ശത്രുക്കൾക്കെതിരെ കേസെടുത്തു. ആ കേസിൽ ഇവരെ 3 പേരെയും വെറുതെ വിട്ടു. 3 പേരെയും വെറുതെ വിട്ടതിന് ശേഷം ശുഭം സിംഗിൻ്റെ അമ്മ ഈ സ്വന്തം മകനെ വേട്ടയാടിയതിനെതിരെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. ആ പരാതിയിൽ പ്രതികളാകുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം, ഈ ഇരയായ പെൺകുട്ടിയുടെ അച്ഛനും അമ്മാവനുമാണ്. വേഗം തന്നെ സത്വര വേഗത്തിൽ നടപടികൾ ഉണ്ടാകുന്നു. ആ നടപടികൾ ഉണ്ടായതിനു ശേഷം ഈ പെൺകുട്ടിയുടെ അച്ഛനെ എന്ത് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഇല്ലീഗൽ പൊസഷൻ ഓഫ് ആംസ് എന്ന് പറയുന്ന ആക്ട് വെച്ചിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. വളരെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ ഈ പറയുന്ന പോലെ ഇല്ലീഗലായി എന്ത് ചെയ്തു, അവർ ആയുധങ്ങൾ കയ്യിൽ വെച്ചു എന്നുള്ള പറയുന്ന ചാർജുകൾ ഉയർത്തിയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തെ റിലീസ് ചെയ്തു. ഇദ്ദേഹം ഒരു ദിവസം മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ വഴിയിൽ വെച്ച് ഈ പറയുന്ന പോലെ അതിലും ഗുണ്ടകളും കൂടി പെൺകുട്ടിയുടെ അച്ഛനെ ചേർന്ന് നിർബന്ധിക്കുന്നു, ഈ പരാതി പിൻവലിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു. ഇവരും ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, അത് പിൻവലിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു. അത് തയ്യാറാകുമ്പോൾ മർദ്ദിച്ച് അവശനാക്കുന്നു. അവശനാക്കിയതിന് ശേഷം വീണ്ടും നിങ്ങൾ അറിയേണ്ടത്, ഈ പെൺകുട്ടി ഇവർ കൊണ്ട് പരാതി കൊടുക്കുന്നു. പക്ഷേ ഇവരുടെ പരാതിയിൽ ഒരു നടപടികളും ഉണ്ടാകുന്നില്ല. ആ നടപടികൾ ഉണ്ടാകുന്ന അതുല്യ ഒന്നും പ്രതിയാക്കുന്നില്ല, അവർ എന്നും പ്രതികളാവുന്നില്ല. അതേസമയം അതുൽ നേരെ കൊണ്ടുപോയിട്ടൊരു കൗണ്ടർ കേസ് കൊടുക്കുന്നു. MLA-യുടെ അനിയൻ ഈ പറയുന്ന കുട്ടിയുടെ അച്ഛനൊക്കെ എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞൊരു കൗണ്ടർ കേസ് കൊടുക്കുന്നു. ആ കൗണ്ടർ കേസിൽ അച്ഛനെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പെൺകുട്ടിയുടെ അച്ഛൻ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ച് എന്ത് ചെയ്യുന്നു, കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ആദ്യത്തെ മരണം നടക്കുന്നു. ആദ്യം സ്വന്തം മകൾ റേപ്പ് ചെയ്യപ്പെടുന്നു, സ്വന്തം അച്ഛൻ കൊല്ലപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. അതിനുശേഷം ഏപ്രിൽ 8-ന് യോഗി ആദിത്യനാഥിൻ്റെ വസതിക്ക് മുമ്പിൽ ഈ പറയുന്ന പോലെ സമരം ചെയ്യുന്നു. കാരണം എന്ത് ചെയ്യുന്നു, ഞാൻ ആത്മാഹുതി ചെയ്യുമെന്ന് പറഞ്ഞ് പെൺകുട്ടി സമരം ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ. അതിനുശേഷമാണ് നമുക്കറിയാം CBI കേസ് ഏറ്റെടുക്കുന്നത്. CBI കേസ് ഏറ്റെടുത്തതിന് ശേഷം ഇത് വലിയ തോതിൽ നാഷണൽ ഇമ്പോർട്ടൻസിലേക്ക് വരുന്നു. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് CBI കേസ് ഏറ്റെടുക്കുന്നു. കേസ് ഏറ്റെടുക്കുമ്പോൾ മർദ്ദിച്ചതിന് ഒരു സാക്ഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഒരു വ്യാപാരിയായിട്ടുള്ള യൂനസ് എന്ന് പറയുന്ന ഒരാളാണ്. ആ യൂനസ് എന്ന് പറയുന്ന ഒരാളെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ ആക്കുന്നു. ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു, മരിക്കുന്നു. യാതൊരുവിധ അസ്വാഭാവികതയുമില്ല. മരണത്തിൻ്റെ നമ്പർ 2 എന്നുള്ളത് എന്ത് ചെയ്യുന്നു, നമ്മൾ മനസ്സിലാക്കണം. CBI അറിയിക്കാതെ തന്നെ ശവസംസ്കാരം പോലും നടത്തുന്നു ഈ യൂനസിൻ്റെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ 2 കൊലപാതകങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെയും നടക്കുന്നു. ഇതിനിടയിൽ പെൺകുട്ടിക്ക് സുരക്ഷ ഒരുക്കണമെന്ന് കോടതി ഉത്തരവിടുന്നു. പെൺകുട്ടി അതിനുശേഷം ഈ സുരക്ഷ ഒരുക്കണമെന്ന് ഉത്തരവിട്ടതിന് ശേഷം 2 പോലീസ് ഓഫീസേഴ്സ് അവരുടെ കൂടെ ഫുൾ ടൈം ഉള്ളതാണ്. ആ ഉള്ളപ്പോൾ നിങ്ങൾ അറിയേണ്ടത്, പെൺകുട്ടിയും 2 അമ്മായിമാരും ഒരു അഭിഭാഷകനും കൂടി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുന്നു. വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ അത് അപകടത്തിൽപ്പെടുമ്പോൾ തൽക്ഷണം 2 അമ്മായിമാരും മരിച്ചു പോകുന്നു. വലിയ ഗുരുതരമായ പരിക്കുകളോടെ പെൺകുട്ടിയും അഭിഭാഷകനും തലനാരിഴക്ക് രക്ഷപ്പെടുന്നു. അതിലേക്കൊരു ട്രക്ക് വന്ന് ഇടിച്ചു കയറുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് ഈ പറയുന്ന സുരക്ഷ കൊടുക്കണമെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ കൂടെ പോകാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഉത്തരം എന്താണെന്ന് കൂടി നിങ്ങൾ കേൾക്കണം. ഉത്തരം ഇതാണ്, കാരണം ആ കാറിനകത്ത് സ്ഥലമുണ്ടായിരുന്നില്ല, സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കൂടെ പോയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു അതിജീവിതയായ ഇരയായ പെൺകുട്ടിക്ക് സുരക്ഷ കൊടുക്കണമെന്ന് കോടതി ഉത്തരവിനോട് എങ്ങനെയാണ് പോലീസുകാർ പെരുമാറിയെന്നാണ്. ഇനി ഇതിനേക്കാൾ പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം കൂടിയുള്ളത്, ഈ ട്രക്ക് വന്ന് ഇടിച്ചു കയറ്റുന്നു. ആ ട്രക്ക് വന്ന് ഇടിച്ചു കയറ്റിയിട്ടാണ് കാറിലിരിക്കുന്ന 2 പേർ കൊല്ലപ്പെടുന്നത്. ആ കൊല്ലപ്പെടുമ്പോഴേക്കും നിങ്ങൾ അറിയേണ്ടത്, അതിൻ്റെ നമ്പർ പ്ലേറ്റുകൾ ബ്ലാക്കിൽ മാർക്ക് ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്പർ പ്ലേറ്റുകൾ വായിക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലാക്ക് പെയിൻറ് കൊണ്ട് അത് എന്ത് ചെയ്തിരുന്നു, ഈ പറയുന്ന പോലെ മറച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ മറച്ചതിന് ശേഷവും CBIയുടെ കണ്ടെത്തൽ എന്താണെന്ന് കൂടി പ്രേക്ഷകരുടെ CBI കണ്ടെത്തിയിട്ടുള്ളത്, അതിൽ ഈ പറയുന്ന പോലെ അൺയൂഷ്വൽ ആയിട്ടുള്ള യാതൊരുവിധ കാര്യവുമില്ല. പകരം അത് ആ ഡ്രൈവറുടെ വെറും നെഗ്ലിജൻസ് മാത്രമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു കേസിൽ, അതായത് 4ഓളം മരണങ്ങൾ നടന്ന ഒരു പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായ കേസിലാണ് നിങ്ങൾ അറിയേണ്ടത്, വീണ്ടും അവർ തെരുവുകളിൽ സമരം നടത്തുകയും ആ സമരം നടത്തുന്ന പെൺകുട്ടിയെ വലിച്ചഴച്ച് പോലീസുകാർ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ദൃശ്യം ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണേണ്ടി വന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇത് എത്രമാത്രം വിചിത്രമായ സംഭവമാണ് എന്നുള്ളത് നമുക്ക് തോന്നും. ഇത് പറയുമ്പോൾ ദുഃഖമുണ്ട് പറയാൻ, പക്ഷെ അത്രത്തോളം വിചിത്രമായിട്ടുള്ള സംഭവമൊന്നുമല്ല. കാരണം ഇതിന് മുമ്പ് മറ്റൊരു കേസ് കൂടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഹത്രാസിലെ കേസ് എന്ന് പറയുന്ന കേസ്. അതിൽ 4 പേർ, ഹത്രാസിൽ ഒരു പെൺകുട്ടി അഗ്നിക്കിരയായ കേസാണ്, ബലാത്സംഗത്തിന് ചെയ്തതിന് ശേഷം അഗ്നിക്കിരയാക്കിയ കേസാണ്. ആ കേസിൽ
4 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. നിങ്ങൾക്കറിയുമോ അതിൽ എത്ര പേർ ശിക്ഷിക്കപ്പെട്ടു എന്ന്? ഒരേ ഒരാളെ ശിക്ഷിക്കപ്പെട്ടുള്ളൂ. ആ ശിക്ഷിക്കപ്പെട്ടത് പോലും ബലാത്സംഗം ചെയ്തു എന്നുള്ളതിൻ്റെ പേരിലല്ല. അതുകൊണ്ട് ബലാത്സംഗം ചെയ്തിട്ടേ ഇല്ല, അല്ലെങ്കിൽ ചെയ്ത ആളുകളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. 3 പേർ എന്ത് ചെയ്യപ്പെട്ടു? വെറുതെ വിടപ്പെട്ടു എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് കൂടാതെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നാൽ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന, നമുക്കെല്ലാം അറിയുന്ന കർണാടകയിലെ ഏറ്റവും ഈ പറഞ്ഞ വിവാദമായ 100 കണക്കിന് ആളുകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ അടക്കം പുറത്തേക്ക് വന്നയാൾ ഇപ്പോൾ തൽക്കാലം ജയിലിലാണ്. പക്ഷേ നിങ്ങൾ മിക്കവാറും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പാവർ റേപ്പിസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞ് കോടതികൾ വെറുതെ വിടുന്നത് കാണേണ്ടി വരും. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ എന്ത് ചെയ്തിട്ടുണ്ട്? എന്താണെങ്കിലും പുറത്താണ് നിൽക്കുന്നത്. കാരണം വളരെ വലിയ സ്വാധീനമുള്ള ഒരാളാണ് എന്നുള്ളത് ചുരുക്കം. പിന്നെ ഇതിനേക്കാൾ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഗുർമീത് റാം റഹീം സിംഗ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന് 2 മാസം കൂടുമ്പോൾ ഇത് കിട്ടുകയാണ്. ഭഗവാനാണെന്ന് സ്വയം പറഞ്ഞിരുന്ന ഒരാളാണ്. ഹരിയാനയിലടക്കം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ ആക്രമണം ഉണ്ടായതാണ്. ഇപ്പോൾ ഹരിയാന തെരഞ്ഞെടുപ്പിന് മുമ്പ് പോലും അദ്ദേഹത്തിന് ബെയിൽ കിട്ടിയിരുന്നു. എല്ലാ 2 മാസം കൂടുമ്പോഴും ബെയിൽ കിട്ടുകയാണ്. ആസാറാം ബാപ്പുവിന് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് ബിൽക്കിസ് ബാനു കേസിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം. ബ്രിജ്ഭൂഷൺ ചരൺ സിംഗിൻ്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ചില അസ്വാഭാവികതകളുണ്ട്. കാരണം സ്റ്റാൻ സ്വാമിക്ക് എന്ത് ചെയ്യുന്നില്ല? ജാമ്യം കിട്ടുന്നില്ല. അതായത് കയ്യിൽ ഈ പറഞ്ഞ പോലെ സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സ്ട്രോ പോലും കൊടുക്കാതെ ജയിലിനകത്ത് പീഡിപ്പിക്കപ്പെടുന്ന സ്റ്റാൻ സ്വാമിമാർക്ക് എന്ത് കിട്ടുന്നില്ല? ജാമ്യം കിട്ടുന്നില്ല. അതായത് റേപ്പും കൊലപാതകവും ഒക്കെ വലിയ പ്രശ്നമായി വല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭാഗ്യത്തിന് കേരളം പോലും അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. പക്ഷെ വ്യത്യസ്തമായിരുന്നപ്പോൾ പോലും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കേരളത്തിലും അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള റേപ്പ് ചെയ്ത ആളുകളെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി സേനയും ഈ പറഞ്ഞ പോലെ അതിനു വേണ്ടിയിട്ടുള്ള ആളുകളുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അതിപ്പോൾ ഒരു നടൻ്റെ കേസിലാണെങ്കിലും അതിനുശേഷം നടന്നിട്ടുള്ള ഒരു MLA കേസിലാണെങ്കിലും ഒക്കെ തന്നെ ചർച്ചകൾക്ക് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടി യുദ്ധം നയിക്കാനും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ആളുകൾ ഉണ്ടാവുകയും അവരൊക്കെ വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അറിയേണ്ടത് ഒരു കള്ളപ്പണത്തിൻ്റെ കേസ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസും അതുപോലെ തന്നെ അത്തരത്തിൽ ഈ പറയുന്ന പോലെ PMLA ആക്ട് പ്രകാരമുള്ള കേസിലുമൊക്കെ നിങ്ങൾ കുറ്റവാളിയാണെന്ന് കരുതപ്പെട്ടാൽ, എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടാക്സ് അടച്ചില്ലെങ്കിൽ നിങ്ങൾ വലിയ കുറ്റവാളിയായി മാറുകയും നിങ്ങൾ ജയിലിൽ ആജീവനാന്തം കിടക്കുകയും ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾക്ക് ജാമ്യം പോലും കിട്ടില്ല എന്നുള്ള ഒരു നിയമമുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ അതേസമയം ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ബലാത്സംഗം നടത്തുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി കൺവിക്റ്റ് ചെയ്യപ്പെട്ട ആളുകൾക്ക് പോലും ചില ടെക്നിക്കൽ റീസൺസ് കണ്ടെത്തിക്കൊണ്ട് വെറുതെ വിടുന്ന സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ എപ്സ്റ്റീൻ ഫയലുകളെക്കുറിച്ചും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നടത്തുന്ന ധാർമ്മിക മൂല്യച്യുതിയെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ഇതിൻ്റെ കീഴിൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി എഴുതി ചേർക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ തീർച്ചയായിട്ടും അത് വായിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കഴിയുന്നത്ര ആളുകളിലേക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന്. അതുകൊണ്ട് ഈ അധികാരമുള്ളവർക്കും അതുപോലെ തന്നെ പണമുള്ളവർക്കും സ്വാധീനമുള്ളവർക്കും ബലാത്സംഗങ്ങൾ ചെയ്യാൻ പറ്റുന്ന, അതിൽ നിന്ന് ഈസിലി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു നാടായി അധപ്പതിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതിനെതിരെ പ്രതികരിക്കണം. ഇതിൻ്റെ താഴെ കമൻ്റായിട്ടെങ്കിലും